ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ അംഗനവാടിയിൽ നിന്ന് ചെറിയൊരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മളെ അംഗനവാടിയിൽ ഇന്ന് 2024 പോഷന്മ ഭാഗമായി നടത്തിയ കുടുംബശ്രീയും നമ്മൾ ഐശ്വര്യ അംഗനവാടിയും കൂടി ചേർന്ന് നടത്തിയ ഒരു ഫുഡ് എക്സിബിഷൻ അഥവാ കോമ്പറ്റീഷനാണ് സത്യത്തിൽ ഈ സംഭവം കേട്ടോ. അങ്ങനെയായിരുന്നു നടത്തിയത്. കുറേ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഹെൽത്തി ഫുഡ് കാര്യങ്ങളായിരുന്നു. ഒരുപാട് എണ്ണയിലിട്ട് വറക്കാത്തതും പൊരിക്കാത്തതും ഒക്കെ ആയിട്ടുള്ള ഫുഡുകളായിരുന്നു. അപ്പോൾ ഒരുപാട് കുടുംബശ്രീ അംഗങ്ങളുണ്ടായിരുന്നു. നമ്മൾ 8ാം വാർഡിലെ കൈപ്പമംഗലം 8ാം വാർഡിലെ കുടുംബശ്രീയിൽ ഒട്ടുമിക്ക കുടുംബശ്രീകളും ഉണ്ടായിരുന്നു കേട്ടോ. ആൾക്കാരുണ്ടായിരുന്നു. അവരോരോ വെറൈറ്റി എല്ലാവരും വെറൈറ്റി ഫുഡുകളായിട്ടാണ് കൊണ്ടുവന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളും അംഗനവാടിയിൽ നിന്ന് ഞാനും പിന്നെ അതുപോലെ 2 ഉണ്ണികളെ അമ്മമാരും ഇതുപോലെ ഫുഡുകൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും ഈ എക്സിബിഷനിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഫുഡ് കൊണ്ടുവന്നത് ഇങ്ങനെ മേശയും ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഉദ്ഘാടനം എന്ന് പറഞ്ഞിട്ട് നമ്മളെ മെമ്പർ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ നമ്മളെ ടീച്ചർ ഒരു പ്രതിജ്ഞയും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു കേട്ടോ. ഈ ഒരു സംഭവത്തെക്കുറിച്ചിട്ടുള്ള ഒരു പ്രതിജ്ഞയും കാര്യങ്ങളൊക്കെ ചൊല്ലിത്തന്നു. നമ്മൾ ചൊല്ലിയിട്ട് ഉണ്ണികളും നമ്മളൊക്കെ കൂടി ചൊല്ലി. പിന്നെ നമ്മളെ ചെയർപേഴ്സൺ ഉണ്ടായിരുന്നു, ADS ഉണ്ടായിരുന്നു, പിന്നെ ഹെൽത്തിൽ നിന്ന് അമ്പിളി സിസ്റ്റർ ഉണ്ടായിരുന്നു, പിന്നെ നമ്മളെ ടീച്ചറും പിന്നെ നമ്മളെ സിന്ധു ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാത്തിനുപരി നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പ്രോഗ്രാമിൽ. കുടുംബശ്രീയിലെ അംഗങ്ങളും അതുപോലെ അംഗനവാടിയിലെ ഉണ്ണികളെ അമ്മമാരും കുട്ടികളും എല്ലാവരും കൂടിയിട്ടൊരു എന്താ പറയുക, ഒരു എക്സിബിഷൻ തന്നെയായിരുന്നു സത്യത്തിൽ ആ ഒരു പ്രോഗ്രാം കാണാനും. ആദ്യമായിട്ട് കാണേണ്ട ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടോ. സത്യത്തിൽ കാലത്ത് ടീച്ചറിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഐറ്റം കൊണ്ടുവരാൻ പറ്റുമോ ഷിൻസിക്ക് എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് പറഞ്ഞെങ്കിലും ഞാനിതും കൊണ്ട് വന്നപ്പോഴാണ് സത്യത്തിൽ ഇത്രത്തോളം ആൾക്കാർ ഇതിലുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലായത് കേട്ടോ. എനിക്കപ്പോൾ കണ്ടപ്പോൾ ഇതൊരു ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പതുക്കെ നമ്മളതിൽ ഓക്കെ എന്തായിരിക്കും എന്നുള്ളത് കാണാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഞാനും അതിൽ പങ്കെടുത്തു. അങ്ങനെ ഓരോ ഫുഡുകളും പല വെറൈറ്റി ഫുഡുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ ഫുഡുകളും ചിലർ ഉണ്ടാക്കിയെങ്കിലും അതിൻ്റെ പേരങ്ങനെ ഇട്ടിട്ടൊന്നും ഉണ്ടായില്ല. ഒരു കൗതുകമായിരുന്നു കേട്ടോ ഓരോ ഫുഡുകൾ കാണാനും അതുപോലെ കഴിച്ച് നോക്കാനൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതൊരു. അപ്പോൾ അങ്ങനെ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് നമ്മളെ മെമ്പർ. അതുപോലെ നമ്മൾ ഈ ഒരു ഫുഡിൻ്റെ ഇപ്പോഴത്തെ ഫുഡ് ഐറ്റംസിൻ്റെയും നമ്മളെ ബോഡി അതുപോലെ ഹെൽത്തിനെയും പറ്റിയിട്ടൊക്കെ നമ്മളെ അമ്പിളി സിസ്റ്റർ കുറച്ച് ഒരു മോട്ടിവേഷൻ പോലത്തെ ഒരു ക്ലാസ്സൊക്കെ എടുത്തു തന്നു. ഫാസ്റ്റ് ഫുഡിനെ കഴിക്കുന്നതിനും ശരീരത്തിൻ്റെ കേടുപാടിനൊക്കെ കുറിച്ചിട്ടൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ അതുപോലെ നമ്മൾ മെമ്പർ ഒരു ഫുഡ് ഐറ്റംസ് എടുത്തിട്ട് അത് ഏറ്റവും നല്ലൊരു ഫുഡ് ഐറ്റംസ് ആയിട്ട് കാണിച്ചു തന്നു കേട്ടോ. മാതൃകയായിട്ട് കാണിച്ചു തന്നു. സത്യം പറഞ്ഞാൽ അതിൽ മുരിങ്ങയില അതുപോലെ ബീട്രൂട്ട് ക്യാരറ്റ് അതൊരു പുട്ടാണ് ചെയ്തേക്കുന്നത്. പക്ഷേ അതൊരു നല്ലൊരു പോഷക ആഹാരമായിട്ടാണ് ചെയ്തേക്കണേ. അപ്പോൾ അതൊരു നല്ലൊരു വെറൈറ്റി ആയിട്ടായിരുന്നു. പിന്നെ നമ്മൾ ADS ഒരു ഫുഡ് എടുത്ത് കാണിച്ചു തന്നിട്ട് പറഞ്ഞു ഇത് നല്ല ഫുഡാണ്, ഒരുപാട് മധുരമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അപ്പോൾ അതും നല്ലൊരു ഫുഡായിട്ട് എനിക്ക് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. ADS ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉണ്ണികൾ കുറേ നേരമായിട്ട് ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പം എല്ലാം അവർക്കും കൊടുത്തു. പിന്നെ അതുപോലെ നന്ദി പറയാനായിട്ട് നമ്മളെ സുറാബിത്ത വന്നു നന്ദി പറയുന്നുണ്ട് കേട്ടോ. നമുക്കും വേണ്ടി നന്ദി പറഞ്ഞു. അതുപോലെ നമ്മളെ മെമ്പറിനും ചെയർപേഴ്സണും ADSനൊക്കെ കൂടിയിട്ട് ഒരു നന്ദിയൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്രയുള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ കാണുന്നവരെല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസായിട്ട് വീണ്ടും വരാം. ടാറ്റാ ബൈ ബൈ, സി യു.